മാനസിക പക്വത നേടുന്നത് എന്തിനാണ്? എന്തിനാണ് മാനസിക പക്വതയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം? അബ്ദുൽ വഹാബ് വിത്തിയു. മാനസിക പക്വത എന്നുള്ളത് ഓരോ മനുഷ്യനും ആർജിച്ചെടുക്കേണ്ട കഴിവാണ്. അത് നമുക്കറിയാം, അത് ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നതല്ല അത്. കാരണം കുഞ്ഞായിരുന്ന നമ്മളുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമ്മൾ ഒരു പ്രായപൂർത്തിയുള്ള ഒരു മനുഷ്യനായി നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ അതിനനുസരിച്ച് സറൗണ്ടിലുള്ള നമ്മളുടെ സ്വാധീനവും നമ്മളുടെ ഇടപഴകുന്ന ആളുകളും നമ്മൾ മനസ്സിലാക്കിയതും ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും. അതിന് നമുക്കറിയാം, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ ചിന്തകളാണ്. ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നത്. നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിൻ്റെ മുൻപിൽ ആദ്യം ഒരു ചിന്ത വേണം. ഒരു ചിന്തയില്ലാതെ നമുക്ക് ജസ്റ്റ് ഒരു കാല് പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. ഈ കാല് എങ്ങോട്ട് വെക്കണം, എന്തിനു വെക്കണം എന്നുള്ളത് രണ്ടാമതാണ്. ആദ്യം ഞാനൊരു ചിന്ത കൊടുക്കുമ്പോൾ മാത്രമേ എനിക്കൊരു പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്ത, അതിനെ പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തിയും പോസിറ്റീവ് ആവും. അതോടൊപ്പം തന്നെ ആ ചിന്തയെ ഞാനൊരു വിത്തൗട്ട് പോസിറ്റീവിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് ആയിരിക്കും എന്നെ ഭരിക്കുക. ആ നെഗറ്റീവ് ഇമോഷൻസ് എന്നെ ഭരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എൻ്റെ ആക്ഷൻ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും പ്രവർത്തിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വേണ്ടിയിരുന്നില്ല, ഞാൻ ചെയ്തത് കുറച്ച് ഓവറായി, മോശമായി എന്ന് പറയുന്നു. ഇതേ ഞാൻ ഈ പ്രവൃത്തി ചെയ്ത ഞാൻ തന്നെയാണ് പറയുന്നത് ഈ ചെയ്തത് മോശമായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാളും കൂടി സംസാരിക്കുമ്പോൾ ഈ രണ്ടാളുകളും തമ്മിൽ വാദപ്രതിവാദമോ അല്ലെങ്കിൽ കച്ചറയോ ഉണ്ടാക്കുമ്പോൾ രണ്ടാളെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടാളും റൈറ്റ് തിങ്കിങ് ആണ്. കാരണം ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ആക്കി പറയുന്നു, അവൻ മറ്റുള്ളവൻ്റെ ഭാഗം ക്ലിയർ ആക്കി പറയുന്നു. സത്യത്തിൽ രണ്ടാളും അവരുടെ ഭാഗം ക്ലിയർ ആണ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മളുടെ ഏറ്റവും കഴിവുള്ള, നമ്മളുടെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള, നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ഹാപ്പിനെസ്സും സന്തോഷവും സമാധാനവും അപാര ധൈര്യങ്ങളും എല്ലാം അനുഭവിക്കുന്നതിനുള്ള നമ്മളുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏകദേശം 10-11ഓളം കാരണങ്ങൾ, റീസൺസ്, നമ്മൾ അതിനുള്ള പഠനങ്ങൾ, അതിനുള്ള വഴികൾ നമ്മളുടെ മുന്നിലുണ്ട്. അതിൽ 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതുള്ളത് നമ്മൾ പ്രധാനമായിട്ടും സ്വയം അവബോധം, സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് അതായത് ഞാൻ ആര് എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഞാൻ ആരാണ്, എന്താണ് എൻ്റെ കഴിവുകൾ, എന്നിലേക്ക് ഞാൻ നോക്കി എന്നെ ഈ ഒരു രൂപത്തിൽ ഞാൻ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് സെൽഫ് അവയർനെസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതോടൊപ്പം തന്നെ എൻ്റെ ചിന്തകളെ ഞാൻ നോക്കുക. ഞാൻ ചിന്തിക്കാതെ കടന്നു വരുന്ന ഓരോ ചിന്തകളും അത് എൻ്റെ ചിന്തകളല്ല, അത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം അത് ഞാൻ ചിന്തിക്കുന്നതല്ല, അത് വേറെ എവിടുന്നോ ചിന്തകൾ വരികയാണ്. ഞാൻ മുൻപ് കണ്ടതോ, ഞാൻ കേട്ടതോ, അല്ലെങ്കിൽ ഊഹങ്ങളോ, വിലയിരുത്തലുകളോ, അല്ലെങ്കിൽ മുൻധാരണകളോ, ഇതെല്ലാം ആയിരിക്കാം ആ ഒരു ചിന്ത കടന്നു വരുന്നത്. അത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ചിന്തകളുടെ പിന്നാലെ ഞാൻ പോവുകയാണെങ്കിൽ, ഞാൻ അതിനെ വിമർശിക്കുകയാണെങ്കിൽ, ഞാൻ അതിനെ വിലയിരുത്തുകയാണെങ്കിൽ എൻ്റെ എനർജി ലോസ് സംഭവിക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. നമുക്കറിയാം, നമുക്ക് വളരാനുള്ള ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും പവർഫുൾ ഉള്ള നമ്മളുടെ കൈ, കാല്, കണ്ണ്, ഇതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള ഒരു അവയവമാണ് ഈ മനസ്സ്. ഈ മനസ്സിനെ നമ്മൾ സ്വയം അവബോധത്തോടു കൂടി, സെൽഫ് അവയർനെസ്സോടു കൂടി നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മൾ ഏത് നിമിഷത്തിലാണോ നിൽക്കുന്നത് ആ നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രണ്ടാമതായിട്ടുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ്, വൈകാരിക ബുദ്ധിയാണ്. ഈ വൈകാരിക ബുദ്ധി എന്നുള്ളത് നമുക്കറിയാം, നമുക്ക് പല വികാരങ്ങളും നമ്മളിലൂടെ കടന്നു വരും. ഈ ഓരോ വികാരങ്ങളും നമ്മളിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മനസ്സിലാവണില്ല ഇത് ഞാൻ ദേഷ്യത്തിലാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഞാൻ ആയിക്കഴിഞ്ഞാൽ എന്നിലേക്ക് വരുന്ന ഓരോ വികാരങ്ങളെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ വികാരങ്ങൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഈ ഒരു അവയർനെസ്, എനിക്കൊരു ഈ ബോധം ഉണ്ടെങ്കിൽ, എനിക്ക് ഈ ബുദ്ധി ഉണ്ടെങ്കിൽ എനിക്കറിയാം ഞാൻ പൊതുവേ ദേഷ്യം പിടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാനൊരു സങ്കടക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു സന്തോഷമില്ലാത്ത ഒരു ലെവലിലൂടെയാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള പല അനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടാവും. ദേഷ്യം പിടിച്ചൊരു വ്യക്തി ഉണ്ടല്ലോ,
അത് നമ്മളെ ഉള്ളിലുണ്ടല്ലോ. അതോടൊപ്പം തന്നെ സങ്കടപ്പെട്ട ഒരാൾ നമ്മളെ ഉള്ളിലുണ്ടല്ലോ. അതോടൊപ്പം തന്നെ സന്തോഷമില്ലാത്ത ഒരു മെന്റൽ സ്റ്റേജിൽ ഒരാൾ നമ്മളെ ഉള്ളിലുണ്ടല്ലോ. അതോ ഇത് ഉള്ളിലുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി പുറത്തുനിന്ന് ഇതുപോലത്തെ ഒരു അവസരം വരുമ്പോൾ, ഒരു ദേഷ്യപ്പെട്ട ഒരു അവസരം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ആ ദേഷ്യത്തിനെ വീണ്ടും പ്രൊവോക്കേറ്റ് ചെയ്യരുത്. അതിനെ നമ്മൾ വീണ്ടും പ്രൊവോക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ദേഷ്യം നമ്മളെ ഉള്ളിലുള്ള ആ ഒരു ദേഷ്യവുമായിട്ട് സന്ധി ചേരുകയും അത് വലിയ ഒരു പ്രകടനത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ വൈകാരിക ബുദ്ധിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി ഒരു ഇമോഷണൽ ഇന്റലിജൻസ് പേഴ്സണായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. മൂന്നാമതായിട്ടുള്ളത് നമ്മളെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നാണ്, വിമർശനാത്മകമായിട്ടുള്ള ബുദ്ധി. നമുക്കറിയാം, ഇന്ന് നമ്മളുടെ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പരസ്പരം വിമർശനങ്ങളാണ് ഉള്ളത്. ഒരു നല്ല കാര്യം പറയുമ്പോൾ വരെ ഇന്നൊരു വിമർശനമാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വരുന്നത്, നമ്മളുടെ ഒരു മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പക്ഷെ ആ എത്തിക്കുന്ന സമയത്ത് അദ്ദേഹം എന്താ പറയുന്നത്, ചില ആളുകൾ ഇത് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചില ആളുകൾ ഇതിൻ്റെ നല്ല വശങ്ങൾ പറയുന്നില്ല, അവർക്കാണ് ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്, അവരാണ് പ്രശ്നക്കാര് എന്നാണ് പറയുന്നത്. ഒരിക്കലും അവിടെ ആ ഒരു വിമർശനാത്മകമായിട്ടുള്ളൊരു ബുദ്ധിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ വിമർശനത്തോടു കൂടി പറയുമ്പോൾ നമുക്കൊരിക്കലും അതിന്റെ പോസിറ്റീവിലേക്ക് എത്താൻ കഴിയില്ല. അയാളുടെ കഴിവ് നമ്മൾ കാണൂല. നേരെ മറിച്ച് നമ്മളെ വിമർശനത്തിൽ നിന്ന് മാറി എന്താണോ അദ്ദേഹത്തിനുള്ള കഴിവ്, എന്താണോ അദ്ദേഹത്തിനുള്ള പ്രത്യേകതകൾ, ഇതിലേക്ക് നോക്കി അതിനെ നമുക്ക് കൂടുതലായിട്ട് പറയുകയും അതിനെ എടുത്തു പറഞ്ഞ് അതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളും നമ്മളും തമ്മിൽ നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാനും അദ്ദേഹവും തമ്മിലുള്ള നല്ലൊരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. നാലാമതായിട്ടുള്ളത് നമ്മുടെ ഓപ്പൺ മൈൻഡ്. നമ്മളെപ്പോഴും തുറന്ന മനസ്സുള്ളവരായിരിക്കണം. നമ്മളെ യാത്രയിൽ നമ്മളുടെ കണ്ണും അതേപോലെ തന്നെ കാതും നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മൾ തുറന്നു പിടിക്കണം. നമുക്ക് വരുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മളത് ഹൃദയം കൊണ്ട് തന്നെ നമ്മളത് സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാണ്. നമുക്കറിയാം, നമ്മളെ മുന്നിലൂടെ സഞ്ചരിക്കുന്ന പല കാഴ്ചകളും അതോടൊപ്പം തന്നെ പല വസ്തുക്കളും അത് നമ്മളെ ബ്രെയിനിലേക്ക്, നമ്മളെ ഹിപ്പോതലാമസിലേക്ക് കൊടുത്തിട്ട് അതിനെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പിന്നെ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് ഇല്ലാതെ നമ്മൾ യാത്രയാണെങ്കിൽ നമ്മൾ ഈ യാത്രനെ കുറിച്ചുള്ള ഒരു ആസ്വാദനം നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനെ നമ്മൾ കണ്ട് അതിനെ അനുഭവിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സറൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് ആസ്വദിച്ചു പോകും. അധിക ആളുകളും ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ അടുത്ത എങ്ങോട്ടാണോ ഡെസ്റ്റിനേഷൻ പോയിന്റ്, ആ പോയിന്റിനെ കുറിച്ച് ചിന്തിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഈ നിമിഷത്തിലുള്ള നമ്മളിലേക്ക് വരുന്ന അവസരങ്ങളെ മനസ്സിലാക്കാനോ ഈ നിമിഷത്തെ നമ്മളുടെ ജീവിതത്തെ ആസ്വദിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. എല്ലാത്തിനെയും നമ്മൾ ഓപ്പൺ മൈൻഡ് സെറ്റോട് കൂടി കണ്ട് നമുക്ക് ആവശ്യമുള്ളതിനെ നമുക്ക് സ്വീകരിക്കാം, ആവശ്യമില്ലാത്തതിനെ നമുക്ക് പുറത്തേക്ക് കളയാം. നമ്മളിലേക്ക് വരുന്ന ഈ ഓരോ അനുഭവങ്ങളെയും, അത് നമ്മളിലേക്ക് വരുന്ന പല പ്രശ്നങ്ങളും, സത്യത്തിൽ നമ്മളിലേക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും അത് പ്രശ്നങ്ങളല്ല, നമ്മളെ വളരാനുള്ള അവസരങ്ങളാക്കി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ ഹാപ്പിയായി മുന്നോട്ടെടുക്കാൻ സാധിക്കും. അതിനെ നമുക്ക് നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കാനും സാധിക്കും. അഞ്ചാമതായിട്ടുള്ളത് നമ്മളുടെ റിസൈലൻസ് എന്നുള്ളതാണ്. റിസൈലൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മൾ ഒരു എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ഒരു ആക്രമണ മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ അദ്ദേഹത്തിനോട് പ്രതികരിക്കുക. ആ ഒരു ആക്രമണം, കാരണം അയാൾ എന്നെ കുറ്റം പറയാണ്, എന്നെ കളിയാക്കുകയാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, തിരിച്ച് അയാളെയും കളിയാക്കാനും അയാളെ കുറ്റം പറയാനും, അയാൾ മുമ്പ് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അതിനെ വീണ്ടും എടുത്തു പറഞ്ഞ് പഴയ കാലങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മളുടെ ചിന്തകളെ, ഇപ്പം നിൽക്കുന്ന നമ്മളെ സ്റ്റേജിനെ ഒറ്റയടിക്ക് ഇടിച്ച് താത്തി നമ്മൾ താഴേക്ക് കൊണ്ടിടും. ഈ ഒരു പ്രവർത്തനം വളരെ അധികം ഡേഞ്ചറാണ്. കാരണം മനുഷ്യന്റെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും അവൻ വളർന്ന് അവൻ വലുതാവുന്നുണ്ട്. മനുഷ്യൻ മാത്രമേ അവന്റെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഇടങ്ങറാവുന്നുള്ളൂ. നേരെ മറിച്ച് മറ്റുള്ള മൃഗങ്ങൾക്കും ജന്തുക്കൾക്കും ആർക്കും ഇങ്ങനത്തെ ഒരു സംഭവമില്ല. അവർ എന്താണോ ഈ സമയത്ത് നേടിയത്, ഈ നേടിയതിൽ നിന്നാണ് അവരെ ജീവിതത്തെ പവർഫുൾ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയ കാലത്ത് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ
നമ്മൾ പിന്നെ പഴയ കാലത്തിലേക്ക് പോയി അവൻ്റെ ചിന്തകളെയും അവൻ്റെ എല്ലാ വിധത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങളെയും വീണ്ടും നെഗറ്റീവിലേക്ക് കൊടുന്ന് അവൻ്റെ വളർച്ചയെ ആ ഒരു മുരടിപ്പിക്കുന്ന ഒരു സംസാരത്തിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ച് നീ അങ്ങനെയല്ലേ, നീ ഇങ്ങനെ, നിന്നെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, നീ ഇപ്പം എൻ്റെ മുന്നിൽ അങ്ങനെ വലിയ ആളൊന്നും ആവണ്ട, ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ആ സംസാരങ്ങൾ വരിക. ഇത് സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ പ്രവർത്തനത്തെ ശരിക്ക് ബാധിക്കുകയും അതിൻ്റെ മനസ്സിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുകയും ആ മനസ്സിനെ കൂടുതൽ താഴേക്ക് ഇടിച്ച് താഴ്ത്താനും സാധിക്കും. അതുകൊണ്ട് എല്ലാവരും മനസ്സിനെ കുറിച്ച് പഠിക്കുക, വൈകാരിക പക്വത ഉള്ളവരായിട്ട് എല്ലാവർക്കും മാറാൻ സാധിക്കട്ടെ. താങ്ക് യു.